പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കാണ് ഭൂമി സ്വയം തിരിയുന്നത്. ഭൂമിയുടെ പ്രതലം മുതൽ ഉള്ളിലേക്ക് പ്രധാനമായും 5 ഭാഗങ്ങളാണ്. ഭൂവൽക്കം, അപ്പർ മാന്റിൽ, മാന്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഇതിൽ ഭൂവൽക്കത്തിലാണ് നമ്മൾ മനുഷ്യരും ജീവികളുമെല്ലാം കഴിയുന്നത്. ഭൂമി പുറമേ തിരിയുന്നത് പോലെ അകത്തുള്ള ഭാഗങ്ങളും തിരിയുന്നുണ്ട്. ഭൂമിയുടെ അകക്കാമ്പ് എന്ന് പറയുന്ന ഭാഗം പുറമേ കാണുന്നത് പോലെ കട്ടിയുള്ളതല്ല. അത് നേരിൽ കാണാൻ സാധിക്കില്ല. ഭൂമിയുടെ പുറമേ നിന്നും 5000 കിലോമീറ്റർ ഉള്ളിലായാണ് ഈ ഭാഗം. ഇതിന്റെ ചലനങ്ങളെക്കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നത് ഭൂചലനം, അഗ്നിപർവ്വത സ്ഫോടനം, പൊട്ടിത്തെറികൾ ഇവയൊക്കെ കൊണ്ടുണ്ടാകുന്ന സീസ്മിക് ചലനങ്ങൾ വഴിയാണ്. ഭൂമിയുടെ പ്രധാന ഭാഗമായ ഈ അകക്കാമ്പ് കുറച്ചു വർഷങ്ങളായി അല്പം പിന്നിലേക്ക് സഞ്ചരിച്ച് അഥവാ തെന്നി നീങ്ങി എന്ന വാർത്തയാണ് ഗവേഷകർ അടുത്തിടെ പുറത്തുവിട്ടത്. മുൻപ് മാന്റിൽ എന്ന ഭാഗത്തേക്കാൾ അല്പം മുന്നിലായി സഞ്ചരിക്കുന്നു എന്ന് കണക്കാക്കിയിരുന്ന അകക്കാമ്പ് ഇപ്പോൾ അല്പം പിന്നിലേക്ക് പോയി എന്നാണ് നിരീക്ഷണത്തിൽ മനസ്സിലാകുന്നത്. നേച്ചർ എന്ന പ്രസിദ്ധീകരണത്തിൽ ഭൂഭൗതിക ശാസ്ത്രജ്ഞൻ വെയ്വാങ് ആണ് ഇക്കാര്യം സ്ഥാപിച്ചിരിക്കുന്നത്. ഇത്തരമൊരു കണ്ടെത്തലിന് കാരണം ഭൂമിയുടെ ആ മേഖലയിലുണ്ടായ തുടർച്ചയായ ചലനങ്ങളാണ്. 3 പതിറ്റാണ്ട് നീണ്ട പഠനം. സൗത്ത് സാൻഡ്വിച്ച് ദ്വീപുകളിലെ 1991 മുതൽ 2023 വരെയുള്ള നീണ്ട കാലത്തെ 121 ഭൂചലനങ്ങളെ വാങ്ങും സംഘവും പഠിച്ചാണ് ഇത്തരത്തിലൊരു നിരീക്ഷണത്തിലെത്തിയത്. ഇവയുടെ തുടർചലനങ്ങളും സംഘം പഠന വിധേയമാക്കി. സീസ്മിക് തരംഗങ്ങൾ എന്ന അകക്കാമ്പിലെ പ്രത്യേക തരംഗങ്ങളെ സംഘം നിരീക്ഷിച്ചു. 1971 1974 ഇടയിൽ സോവിയറ്റ് ആണവ പരീക്ഷണങ്ങളുടെ കോർ പെനിറ്റിക് ഷോക്ക് തരംഗങ്ങളും അവർ പഠിച്ചു. 2023 മുതൽ 2008 വരെ പഠനത്തിൽ അകക്കാമ്പ് മാന്റിലിനേക്കാൾ അല്പം വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കി. പക്ഷേ 2008 മുതൽ 2023 വരെ ഇതിന്റെ ചലനം മുൻപത്തേതിനേക്കാൾ 2 മുതൽ 3 മടങ്ങ് വരെ വേഗം കുറഞ്ഞുപോയി. 2 പേർ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ആദ്യം മുന്നിൽ വരുന്നയാൾ പിന്നീട് മെല്ലെ പിറകിലാകുന്നത് പോലെയാണിത്. ദിവസത്തിന്റെ ദൈർഘ്യം ഒരിത്തിരി കുറയും. 1936 ഇൻഗെ ലെമാൻ എന്ന ഡാനിഷ് സിസ്മോളജിസ്റ്റ് ആണ് അകക്കാമ്പിനെ കണ്ടെത്തിയത്. 400 മൈൽ വലിപ്പമുള്ള ഭാഗമാണ് അകക്കാമ്പ് എന്ന് കണ്ടെത്തിയത് അടുത്തിടെയാണ്. അകക്കാമ്പ് പിന്നിലേക്ക് പോകുന്നത് ഭൂമിയിലെ ദിവസത്തിന്റെ ദൈർഘ്യം ഒരൽപ്പം കുറയ്ക്കുമെന്ന് ഗവേഷകർ സ്ഥിരീകരിച്ചത് 2023 സെക്കൻഡിന്റെ 1000-ലൊന്ന് സമയമാണ് ഇങ്ങനെ കുറയുക. കഴിഞ്ഞ 15 വർഷങ്ങൾക്കിടെയാണ് ഭൂമിയുടെ അകക്കാമ്പ് ദിശ മാറി അല്പം പിന്നിലേക്ക് നീങ്ങി തുടങ്ങിയതെന്ന് ഗവേഷകർ പറയുന്നു. 70 വർഷം കൂടുന്തോറും അകക്കാമ്പിന് ഭൂമിയുടെ മറ്റു പാളികളെ അപേക്ഷിച്ച് കറങ്ങുന്ന ദിശ മാറുന്ന പതിവുണ്ടെന്നാണ് കണ്ടെത്തൽ. 1970-കളുടെ തുടക്കത്തിൽ അകക്കാമ്പ് ഇത്തരത്തിൽ ദിശ മാറിയിരുന്നു. 2009 അകക്കാമ്പിന്റെ കറക്കം മറ്റു പാളികളെ വെച്ച് നോക്കുമ്പോൾ നിന്നുപോയിരുന്നു. പിന്നീട് വിപരീത ദിശയിൽ കറങ്ങി തുടങ്ങി. ഇത് ദിവസത്തിന്റെ ദൈർഘ്യത്തെ നേരിയ തോതിൽ കുറയ്ക്കുകയും ചെയ്തു. ഭൂമിയുടെ ഉള്ളിലെ ഇന്നർ കോറിന്റെ ഭ്രമണ വേഗത്തിലെ മാറ്റം ഭൂമിയുടെ ഭ്രമണത്തിലും ദിവസത്തിന്റെ ദൈർഘ്യത്തിലും വളരെ ചെറിയ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കാമെന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത് ദിവസങ്ങൾ പെട്ടെന്ന് ചുരുങ്ങുകയോ മണിക്കൂറുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയോ ചെയ്യുമെന്നല്ല അർത്ഥമാക്കുന്നത്. ഭൂമിയുടെ ആന്തരിക ചലനങ്ങൾ, ചന്ദ്രന്റെ ഗുരുത്വ പ്രഭാവം, അന്തരീക്ഷ സമുദ്ര ചലനങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ചേർന്നാണ് ഭൂമിയുടെ ഭ്രമണവേഗം നിർണ്ണയിക്കുന്നത്. അതിനാൽ ഭൂമിയുടെ ആഴങ്ങളിലെ ഈ സൂക്ഷ്മമാറ്റങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നമ്മുടെ ഗ്രഹത്തിന്റെ പ്രവർത്തന രീതിയെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.